മാർച്ച് 27 ലോക നാടക ദിനം. ഈ നാടക ദിനത്തിൽ കൊല്ലത്തിൻ്റെ ഈ അഷ്ടമുടിക്കായലിന് ഏറെ പറയാനുണ്ട്. ആ പറച്ചിലുകൾക്ക് ഒരർത്ഥം കൂടി വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ആ അനുഭവങ്ങൾ പറയുമ്പോൾ കൂടിയാണ്. കൊല്ലത്തിൻ്റെ നാടകാനുഭവങ്ങൾ പങ്കുവെക്കാൻ അമൃത ന്യൂസ് പ്രേക്ഷകർക്കൊപ്പം ഇന്ന് ചേരുന്നത് നടനും കലാപ്രവർത്തകനുമായ രാജേഷ് ശർമ്മയാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം കൊല്ലത്തിൻ്റെ നാടക പാരമ്പര്യത്തെക്കുറിച്ചും ഇപ്പോൾ നടക്കുന്ന നാടക പ്രവർത്തനങ്ങളെക്കുറിച്ചും. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അപ്പം ഞാനീ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൊല്ലത്തിന് നാടകത്തിൻ്റെതായ ഒരു ചരിത്രമുണ്ട്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാടക രംഗത്തെ പ്രവർത്തനങ്ങളുണ്ട്. അതിനെങ്ങനെ ചേട്ടൻ നോക്കിക്കാണുന്നത്? കൊല്ലത്ത് ശരിക്കും പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ളൊരു നാടകത്തിൻ്റെയും വേരോട്ടമുള്ള മണ്ണാണ്. 70കളിൽ ശാസ്താംകോട്ട കേന്ദ്രീകരിച്ചാണ് ജി ശങ്കരപ്പിള്ള, യശസ്വരീനായിട്ടുള്ള ശങ്കരപ്പിള്ള സാറ് നാടകക്കളരി പ്രസ്ഥാനം, ഒരു നവീന നാടകവേദി എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് ആരംഭിക്കുന്നത്. അതിൽ നിന്നുണ്ട ആളുകളാണ് പി ബാലചന്ദ്രൻ, പിന്നെ അമൃതയുടെ തന്നെ നേതൃത്വമായ ശ്യാമപ്രസാദ് സാറ്, മുകേഷ്, നമ്മുടെ MLA അനിയത്തി സന്ധ്യ രാജേന്ദ്രൻ, അങ്ങനെ ഒരുപാട് പ്രതിഭകൾ. അതിൽ നിന്നുണ്ടായിട്ടുള്ള വലിയൊരു വളർച്ച തന്നെ, ഒരു സമാന്തര നാടകവേദി എന്ന് പറയുന്നത്. എന്നതുപോലെ തന്നെ അൻസാർ ലോഡ്ജ് കേന്ദ്രീകരിച്ച് കൊല്ലത്ത് പ്രൊഫഷണൽ നാടകവേദിയും ഉണ്ടായിരുന്നു. കച്ചവടമായി നാടകത്തെ കണ്ടിരുന്ന ഒരു തലമുറയും അതിനും അപ്പുറത്തേക്ക് വളരെ സീരിയസ് ആയിട്ട് നാടകത്തെ കണ്ടിരുന്ന തലമുറയുണ്ട്. എന്നാൽ പോലും ഇപ്പം നമ്മൾ ഈ കച്ചവടം എന്ന് പറയുമ്പോഴും വലിയ സാമൂഹിക മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ നാടകങ്ങൾ കൂടിയാണ്. നമ്മൾ ഈ ഉത്സവപ്പറമ്പ് കച്ചവടം എന്നൊക്കെ പറയുമ്പോഴും അത് വളരെ പ്രൊഫഷണലായിട്ട് തന്നെ അതിനെ സമീപിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ ബാലറ്റിലൂടെ അധികാരത്തിലേറുന്നതിന് വലിയ സഹായം ചെയ്ത ഒരു നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകം. അത് കൊല്ലത്തിൻ്റെ മണ്ണിലാണ്, അഷ്ടമുടിക്കായലിൻ്റെ തീരത്താണ്. അഷ്ടമുടിക്കായലിൻ്റെ നാടകാനുഭവമുണ്ട്. അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് ഇപ്പോൾ കൊല്ലത്തിന് പണ്ട് പറയുമായിരുന്നു, കൊല്ലത്തിന് 3 മണമാണ്, ഒരു ഒറ്റ ചോരയാണെന്ന്. മത്സ്യത്തൊഴിലാളികൾ, കയർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, കശുവണ്ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളികളുടെ ഹബ്ബാണ് കൊല്ലം ജില്ല. അതുകൊണ്ടാണ് ഭയങ്കര വൈകാരികമായിട്ട് കൊല്ലം പ്രവർത്തിക്കുന്നത്. നമ്മുടെ എല്ലാ വലിയ മുതലാളിമാരെ നമ്മൾ എടുത്തു വെച്ച് നോക്കിയാലും ഈ 3 മേഖലയിൽ തന്നെയുള്ള ആളുകളാണ്. മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിൽ നിന്നായാലും കശുവണ്ടി മേഖലയിൽ നിന്നൊക്കെ ആയാലും ഇപ്പോൾ എല്ലാം. ഇപ്പോൾ അതുപോലെ പുകയില കട, അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ട്. ഈ തൊഴിലാളികളുടെ ഏറ്റവും വലിയ അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇല്ലെന്നെങ്കിൽ അവരുടെ ഒരു ഈ തൊഴിൽ കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു കലാ മേഖലയെന്ന് പറഞ്ഞ നാടകം തന്നെയായിരുന്നു. അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് നമ്മൾ കണ്ടെത്തിയിട്ടില്ലാത്ത ധാരാളം രചനകളുണ്ട്. ആദ്യത്തെ എക്സ്പ്രഷനിസ്റ്റ് പ്ലേ സമത്വവാദി എന്ന് പറയുന്ന നാടകം എഴുതപ്പെട്ടത് കൊല്ലത്താണ്, പുളിമാന പരമേശ്വരമുള്ള. പിന്നെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക സംഘാടന ഉള്ളത് കൊല്ലത്താണ്, നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം. അതിൻ്റെ മുമ്പിൽ തന്നെ നടരാജയുണ്ട്, അതിൻ്റെ നവോദയുണ്ട്, AKG. അതായത് ഒരു പഞ്ചായത്തിൽ തന്നെ 15ഓളം സാംസ്കാരിക പ്രസ്ഥാനങ്ങളുള്ളൊരു സ്ഥലം. ഒരു പഞ്ചായത്തിലെ കാര്യമാണ് പറഞ്ഞത്, റെക്കോർഡാണ്. പിന്നെ കഥാപ്രസംഗത്തിൻ്റെ ഏരിയ, കവികളും ചിത്രകാരന്മാരും ഒക്കെ ആയിട്ടുള്ള വലിയൊരു ഏരിയ. പക്ഷേ ഇവരെല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിരുന്നത് നാടകം തന്നെയാണ്. വേറൊരു രീതിയിൽ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരു ജനകീയമായിട്ടുള്ളൊരു മാധ്യമം എന്ന രീതിയിൽ തന്നെയാണ് നാടകത്തെ സമീപിച്ചിട്ടുള്ളത്. ഇപ്പം കൊല്ലത്തെ പാർവതി മില്ല് നാടക കൂട്ടായ്മ ഉണ്ടായിരുന്നു, KMM ഉണ്ടായിരുന്നു, കുണ്ട്ര ഐലൻഡിലുണ്ടായിരുന്നു. വലിയ പാരമ്പര്യമാണ് കൊല്ലത്തിൻ്റെത്. ഇതൊക്കെ നമുക്ക് ഒരുപക്ഷെ ആ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ
അവർ സമൂഹത്തോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? അതൊക്കെ ആയിരുന്നു ഒരു പക്ഷേ ആ സമയത്ത് നാടകത്തിൻ്റെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരുന്നത്. പിന്നെ ലോക നാടകവേദിക്കുണ്ടായിരുന്ന മാറ്റങ്ങളെല്ലാം ഈ തൊഴിലാളികൾ മനസ്സിലാക്കുകയും അതിന് പറ്റുന്ന തരത്തിലുള്ള നാടക പ്രവർത്തകരെ അവരവിടേക്ക് കൊണ്ടുവരികയും ഇവർ തമ്മിലുള്ള മത്സരങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഈ റെയിൽവേ കേന്ദ്രീകരിച്ച് ഒരു നാടക സംഘം ഉണ്ടായിരുന്നു. KSRTC കരുനാഗപ്പള്ളി KSRTC ഒക്കെയാണ്. അഹമ്മദ് മുസ്ലിമിനെ പോലെയുള്ള നാടക പ്രവർത്തകർ. ഞാനൊക്കെ നാടകരംഗത്തേക്ക് വരുന്നത് തന്നെ PJ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ്റെ വിരൽ തുമ്പിൽ പിടിച്ചുകൊണ്ടാണ്. കൊല്ലത്ത് രവി മുതലാളി കശുവണ്ടി മേഖലയിലെ വലിയൊരു മുതലാളിയാണ്, അച്ചാണി രവി എന്ന് പറയും. പക്ഷെ ഞങ്ങൾക്ക് അദ്ദേഹം ഞങ്ങളുടെ മുതലാളിയാണ്. സിനിമാ മേഖലയ്ക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള സംഭാവന വളരെ വലുതാണ്. ഞങ്ങൾ തമാശയ്ക്ക് പറയും, രവി മുതലാളിയുടെ അണ്ടിക്കാശിനാണ് ഞങ്ങൾ നാടകം പിടിച്ചത്. സത്യമാണ്. ഞങ്ങളെയൊക്കെ വളർത്തിയതും നിലനിർത്തിയതുമൊക്കെ ഈ രവി മുതലാളിയുടെ അദ്ദേഹം ഉണ്ടാക്കിയ പബ്ലിക് ലൈബ്രറിയൊക്കെയാണ്. വലിയൊരു സംസ്കാരം നമുക്ക് ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ കൊല്ലത്തിന് ഉണ്ട്. ഏറ്റവും കൂടുതൽ കലാകാരന്മാരുള്ളത് കൊല്ലത്താണ്. അഷ്ടമുടിക്കായലിൻ്റെ തീരത്താണ് ഏറ്റവും കൂടുതൽ. ആ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയുണ്ടല്ലോ, അല്ലെങ്കിൽ ആ അനുഭവം. കാര്യം ഇത്രയും കലാകാരന്മാരെ കണ്ടു വളർന്നു വരുമ്പം ആ കലയോടുള്ള ഒരു ആരാധന, അത് അപ്പോഴൊക്കെ എനിക്കൊരു അഭിനേതാവാകണം എന്ന് തോന്നിയിട്ടുണ്ടോ ആ ആരാധന? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അബദ്ധത്തിൽ നാടകം പഠിക്കാൻ പോയിട്ട് നാടകപ്രവർത്തകനായതാണ്. എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. ഞാനിങ്ങനെ മിമിക്രിയൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. മിമിക്രിയാണ് ഇന്ന് കലാഭവനൊക്കെ വളരെ അപ്പം ചുറ്റുപാടുകളിൽ വ്യത്യസ്തനായിട്ട് നിൽക്കുക എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. അങ്ങനെയുള്ളൊരു ഇതുമായിട്ട് എന്നാൽ പിന്നെ നാടകം അവിടെ ഇങ്ങനെ ഒരു സാധ്യത വന്നപ്പം അവിടേക്ക് എന്നെ സെൽവരാജ് എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ സീനിയറായിട്ട് പഠിച്ച ആൾ അവിടെ കൊണ്ടുപോയി. അപ്പോഴാണ് ഉണ്ണിയണ്ണയൊക്കെ പരിചയപ്പെടുന്നത്, സുനിയണ്ണൻ ഒക്കെ. അപ്പം ഇവരെ നമ്മൾ സാറെന്നല്ല വിളിക്കുന്നത്, അണ്ണാന്ന് വിളിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത്രയും നമ്മളെത്രമാത്രം നാടകം എത്രമാത്രം നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നു, അത്രമാത്രം ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളെയൊക്കെ അതിലേക്ക് എത്തിച്ച മനുഷ്യർ. അങ്ങനെ ഒരു സാഹചര്യം കൊല്ലത്ത് സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് എന്ന് പറയുന്നൊരു നാടക പഠന കേന്ദ്രമുണ്ടാവുകയും അവിടെ വിദ്യാർത്ഥിയായിട്ട് പോവുകയൊക്കെ ചെയ്തത് ഒരു അബദ്ധമായിരുന്നു. പെട്ടെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ആ ലോകം അതുവരെ നമ്മൾ കണ്ടിരുന്നൊരു നാടകമല്ല അവിടേക്ക് നമ്മൾ പോയപ്പം. നാടകം ഇഷ്ടമായിരുന്നു എന്നുള്ളൂ. അവിടുത്തേന് പിന്നെ നമ്മളുടെ കാഴ്ചപ്പാടുകൾ മാറി. വായിക്കുന്ന ഇടത്തിലേക്ക് നമ്മളെ എത്തിച്ചു, കലകളുടെ ഇടങ്ങളിലേക്ക് നമ്മളെ എത്തിച്ചു. ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള നാടക പ്രവർത്തകർ കൊല്ലത്ത് വന്നു. ഒരു മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന വർക്ക്ഷോപ്പുകൾ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെയൊക്കെ വർക്ക്ഷോപ്പുകൾ കൊല്ലത്ത് സംഘടിപ്പിക്കപ്പെട്ടു. നമ്മളതിൻ്റെയൊക്കെ അതായത് നാടകത്തിൻ്റെ ഒരുപാട് മേഖലകളുണ്ട്. അതിൻ്റെ സെറ്റ് ഡിസൈനിങ്, ലൈറ്റ് ഡിസൈനിങ് ഒക്കെ ആയിട്ട് രാമമൂർത്തി സാർ വന്നു. മൈമിൻ്റെ വർക്ക്ഷോപ്പ്, മൈം ഒരു പ്രത്യേകമായിട്ടുള്ള നമ്മൾ ഈ സ്കൂളിലെ കോളേജിലെ കാണുന്ന മൈമല്ല കേട്ടോ, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു, അത് ഗൗതം മജുംദാർ എന്ന് പറയുന്ന അദ്ദേഹം. അതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാണ്. ഞങ്ങൾ ഈ കലാകാരന്മാർ ഈ കൊല്ലത്തേക്ക് വരികയും ഇവിടെ തമ്പടിച്ച് ഞങ്ങളെ അതിൻ്റെ ഒരു വലിയൊരു സ്പേസിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രതിഫലനം പിന്നീട് ഉണ്ടായി. ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട മന്ദായം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുന്നില്ലേ, സംഘാടകരായിട്ടും അല്ലാതെയും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ, സംഗീതജ്ഞർ, ചിത്രകാരന്മാർ, കവികൾ, എഴുത്തുകാർ, ഇവരൊക്കെ ഇതിൽ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗം. ഇതിലാകൃഷ്ടരായി പോകുമ്പോൾ നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ്, ഒരു സബരിയെ പോലെ അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ്. അതായത് പിന്നീട് ചിലപ്പോൾ നമുക്ക് ആ കുടുംബ ബന്ധങ്ങളെ പോലും ചിലപ്പോൾ മറന്നുകൊണ്ട് ഈ നാടകത്തിന് വേണ്ടി എല്ലാം അർപ്പിച്ച് ജീവിക്കേണ്ട ഒരു സമയം ഉണ്ടാവില്ലേ ആ സമയത്ത്? അങ്ങനെ തന്നെ ആകണം എന്നുള്ളതാണ്. അത് നമ്മുടെ ഉള്ളിലേക്കൊരു ഏതൊരു കലയും കവിതയോ എന്തോ ആവട്ടെ, ഒരു ലഹരി പോലെ നമ്മളിൽ അത് നമ്മളുടെ വ്യക്തിത്വവുമായിട്ട് അതിനെ ഇഴപിരിക്കാൻ കഴിയാത്തൊരു ബന്ധമുണ്ടാകും. ഓരോ കലകളും നമ്മളിൽ
ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വലിയ മാറ്റമുണ്ട്, നമ്മുടെ വ്യക്തിത്വത്തിലുണ്ടാക്കിയ മാറ്റമുണ്ട്, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റമുണ്ട്. അതായത് ഇതിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായി എന്നതുകൊണ്ട് ഒരാളൊരു കലാകാരനാകുന്നില്ല. ഒരിക്കലും ഒരു കല, എന്നെ സംബന്ധിച്ച് എൻ്റെ ആക്കലുകൾ എന്ന് പറഞ്ഞാൽ കല ഒരിക്കലും നമുക്ക് പാരമ്പര്യമായിട്ട് ലഭിക്കുന്നതല്ല. ജനിക്കുന്ന എല്ലാ മനുഷ്യരിലും എല്ലാത്തരം കഴിവുകളും ആയിട്ടാണ്. പാട്ട് പാടാനും നൃത്തം ചെയ്യാനും സാഹചര്യങ്ങൾ വരുന്നതനുസരിച്ച് നമ്മൾ ഓരോ മേഖലയിലേക്ക് നമ്മൾ എത്തും. ഇപ്പോൾ ധാരാളം പദസമ്പത്ത് വായിച്ച് പദസമ്പത്തുള്ള ഒരാൾക്ക് ഒരു കവിയാകാനും പറ്റും. പക്ഷേ അതൊരു വേറൊരു തരം സ്കില്ലായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് പഠനങ്ങളും ആവശ്യമാണ്. നടനാകാൻ പറ്റും. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അഭിനയിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എത്രയോ മനുഷ്യരെ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിൽക്കുന്ന ഭാര്യയും ഭർത്താവും, ഭാര്യ ടീച്ചറായിട്ട് സ്കൂളിൽ പോകുമ്പോഴത്തേന് അവർ ടീച്ചറാണ്, അദ്ദേഹം ഓഫീസിൽ വരുമ്പോൾ അദ്ദേഹം ഒരു വലിയ ഓഫീസറാണ്, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനാണ്. പക്ഷേ വീട്ടിൽ വരുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെയാണ്. അതൊരു തരം വേറൊരു അഭിനയവും ഈ പരകായ പ്രവേശമൊക്കെ തന്നെയാണ്. ഈ കലയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ഒരു ജീവിതം കുറേ മാറ്റിവെക്കുമ്പോൾ നമുക്ക് കുറേ നഷ്ടങ്ങൾ സംഭവിക്കാറില്ലേ? ഒരു ജീവിതത്തിൻ്റേതായി പറയപ്പെടുന്നതായ കുറേ നഷ്ടങ്ങൾ. ഒരു കലാകാരന് ചിലപ്പോൾ അത് നഷ്ടമല്ല, നേട്ടങ്ങളായിരിക്കാം. പക്ഷേ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ സംഭവിക്കാറുണ്ടോ? സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടല്ലേ, ആ സമൂഹത്തെ നിലനിർത്തുന്നത് തന്നെ കലാകാരന്മാരാണെന്നുള്ളൊരു കാര്യം കൊണ്ടുണ്ട്. അതാണ് സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു കാഴ്ചപ്പാടുള്ളൊരു കലാകാരൻ, പണ്ട് ചർച്ചകൾ നടന്നിട്ടുണ്ട്, കല സമൂഹത്തിന് വേണ്ടിയിട്ടാണോ കലയ്ക്ക് വേണ്ടിയിട്ടാണോ എന്ന് പറയുന്ന വലിയൊരു ചർച്ച നടന്നിട്ടുണ്ട്. കല ഇതിന് രണ്ടിനും കൂടെയാണ്. സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നതാണ് കല. അപ്പോൾ അത് സമൂഹത്തിൻ്റേതുമാണ്, എന്നാൽ കലയുടേതുമാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെങ്ങനെ കലയെ സമീപിക്കുന്നു എന്ന് പറയുന്ന വേറൊരു വിഷയമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ എനിക്കെന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ കലയെ സമീപിക്കാം. അതിലൂടെ എനിക്ക് പറയാനുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാളെ സംബന്ധിച്ച് അത് കല സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതല്ല, എൻ്റെ മനസ്സിലുള്ള ഒരു വിഷയത്തെ അതിനെ എന്താ പറയുന്നത്, കലയിലൂടെ അതിനെ കാണുന്ന അതിൻ്റെ സാധ്യതകൾ, അനന്തമായ സാധ്യതകൾ അന്വേഷിക്കുന്ന മനുഷ്യരുണ്ട്. അവരത് ശരിക്കും പറഞ്ഞാൽ കലയിൽ ആണ് അവർ. പിന്നെ കലയെ സാമ്പത്തികമായി മാത്രം കാണുന്ന മനുഷ്യരുണ്ട്, എനിക്കെന്ത് കിട്ടും എന്നുള്ളത്. അപ്പം ഇവിടെയാണ് ഈ വിജയിച്ച കലാകാരൻ, പരാജയപ്പെട്ട കലാകാരൻ എന്ന് ഒരു തട്ട് സമൂഹം അല്ലെങ്കിൽ അങ്ങനെ ഇടക്കാലത്ത് ഇങ്ങനെ ഉണ്ടായി. സമൂഹത്തിനെ സംബന്ധിച്ച് എന്ത് വേണമെങ്കിലും ചിന്തിക്കാമല്ലോ. ഒരാൾ കലാകാരനായിട്ടിരിക്കുമ്പോഴത്തേന് അയാൾക്ക് മാസം എത്ര അതിൽ നിന്ന് വരുമാനം ഉണ്ടാകുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അംഗീകാരങ്ങൾ എന്ത് കിട്ടുന്നു അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പക്ഷേ ഇതൊന്നുമില്ലാത്ത കലാകാരന്മാരുണ്ടെന്നേ. ഉയർന്ന മാനവിക ബോധമുണ്ടാകുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. പണിയെടുക്കാൻ നമുക്ക് വേറെ പരിപാടിക്ക് പോകാം. പിന്നെ കലയിലൂടെ നമുക്ക് വരുമാനം കിട്ടുന്നു എന്നുണ്ടെങ്കിൽ അത് വേറൊരു മികച്ച വേറൊരു കാര്യമാണ്. എല്ലാ കലകളിലും ഇപ്പം ഒരു ചിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർപ്പണത്തിന് അയാൾക്ക് എത്ര രൂപ നമ്മൾ കൊടുക്കും? അദ്ദേഹത്തിന് ക്യാൻവാസ്, ഇപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും ഒക്കെ ക്യാൻവാസിലേക്ക് അദ്ദേഹം നിറങ്ങളാക്കി അനുഭവങ്ങളാക്കി എടുക്കുമ്പോഴത്തേന് വേറൊരാളെ സംബന്ധിച്ച് അത് അതേപോലെ ഇൻറ്റൻസിറ്റിയിൽ അയാൾക്ക് അനുഭവപ്പെടണമെന്നില്ല. വേറൊരാൾക്ക് വളരെ വേറൊരു ഇമോഷൻ ചിലപ്പോൾ ആ കളറിനകത്തൂടെ ചിലപ്പോൾ അയാളിലേക്ക് എത്തിയെന്ന് വരും. അപ്പോൾ എത്ര രൂപ നമ്മൾ കൊടുക്കും? സാമ്പത്തികം അത് സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. പിന്നെ നമ്മൾ ചോദിക്കുക അതിനകത്തൂടെ വരുമാനം ഉണ്ടാകുന്നത് നല്ലതല്ലേ? അതെ, തീർച്ചയാണ് വരുമാനമുണ്ട്. അതും സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. സമൂഹത്തെ നിലനിർത്തുന്നത് കലാകാരനാണ്.
സമൂഹത്തിനൊരു രാഷ്ട്രീയ ബോധമുണ്ടാക്കി കൊടുക്കുന്നത് കലാകാരനാണ്. കലാകാരന്മാർ സംഭാവന ചെയ്ത വാക്കുകളില്ലേ നമ്മുടെ ചുറ്റുമുള്ളത്. രാഷ്ട്രീയക്കാർ പോലും സംസാരിക്കുന്ന ആ വാക്കുകൾ ഈ കടമെടുത്ത് മുതലക്കണ്ണീരെന്നൊക്കെ ഭയങ്കര രസമല്ല, അത് ബഷീർ ഉണ്ടാക്കിയതാണല്ലേ. പിന്നെന്താ, എന്തോരം വാക്കുകൾ ബഷീറിൻ്റെതായിട്ട് സംഭാവനയുണ്ട്. വിളംബിത കമ്പിതം എന്ന് പറയുന്ന വാക്ക് ബഷീറിൻ്റെ മാത്രം പ്രയോഗമാണ്. അപ്പോൾ എന്തോരം ബിംബങ്ങളെ നമുക്ക് വാക്കുകളിലൂടെ, കവിതകളിലൂടെയൊക്കെ നമുക്ക് എത്രയെത്ര മനുഷ്യർ, അതിനകത്ത് നമ്മൾ എന്തോരം ആനന്ദം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ നാടകത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിലേ, ചേട്ടൻ ആ കുട്ടിക്കാലത്ത് കണ്ടിരുന്നതും അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നതും ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതുമായ ആ നാടക അനുഭവങ്ങൾ, അന്നത്തെ ആ കണ്ടിരുന്നതും ഇപ്പോഴത്തെ ആ നാടകാനുഭവങ്ങളും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു തലമുറയുടെ നാടകാനുഭവങ്ങളും അതിൽ തമ്മിലൊരു ഏറ്റക്കുറച്ചിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടില്ലേ? കാലത്തിൻ്റെ മാറ്റങ്ങളായിരിക്കാം, പക്ഷേ അതെ, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു ബേസ് ഉണ്ട്. ഇപ്പോൾ ഒരു നാടകത്തെ വിഷ്വൽ ആർട്ട് എന്ന് പറയുന്നത്, അതിന് കാലത്തിൻ്റേതായിട്ടുള്ള ഇടപെടലുകളുണ്ടാവും. വർക്ക് ചെയ്യുന്ന ആളുകളുടെ കാഴ്ചപ്പാടുകളിൽ വരുന്ന മാറ്റം ഉണ്ടാകും. അഭിനയിക്കുന്ന വ്യക്തികളുടെ കാഴ്ചപ്പാടിൽ വരുന്ന വ്യത്യാസങ്ങളുണ്ടാകും. ആ വ്യത്യസ്തത തന്നെയാണ് നമ്മളെ ഏറ്റവും മനോഹരമായിട്ട് ഇതിലേക്ക് പറയുന്ന വിഷയങ്ങളിൽ വരുന്ന വ്യത്യസ്തത. അതാണ് നമ്മളെ പുതുക്കിപ്പണിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പുതിയ തലമുറ കാര്യത്തിൽ വളരെ മുന്നിൽ തന്നെയാണ്. നമ്മളൊക്കെ കൗതുകത്തോടു കൂടി അത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് തന്നെ ശ്രീജിത്ത് രമണൻ എന്ന് പറയുന്ന ഒരു നാടക പ്രവർത്തകൻ, ഇന്നിപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പ്രൊഫസറാണ്, ഗംഭീര ആക്ടറാണ്. സോപാനത്തിൽ അതൊക്കെ മലയാളിയുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, സോപാനത്തിലുണ്ടായിരുന്നതാണ്. അപ്പോൾ പെർഫോമിംഗ് ആർട്സിൻ്റെ പ്രോഡക്റ്റാണ് അദ്ദേഹം. ഇന്ന് ഇന്ത്യയിലെ അറിയപ്പെടുന്ന നാടക പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം മാറ്റിവെച്ച സമയം ചില്ലറയൊന്നുമല്ല കേട്ടോ. അദ്ദേഹം എത്രയെത്ര കുട്ടികൾക്ക്, അതായത് നമുക്ക് കേരളത്തിൽ വളരെ കുറച്ച് ട്രെയിനർമാരേ ഉള്ളൂ, ആക്ടിങ് ട്രെയിനർമാരേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരാളാണ് അദ്ദേഹം. അതുപോലെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ജ്യോതിഷ്, MG ജ്യോതിഷ്, ഉയർന്ന കാഴ്ചപ്പാടുകളുള്ള നിലപാടുകളുള്ള ഒരു അധ്യാപകനും ട്രെയിനറുമാണ്. ഛായാമുഖി എന്ന് പറയുന്ന നാടക അനുഭവങ്ങളല്ലേ, അതിനെക്കുറിച്ചൊന്ന് നാടകാനുഭവങ്ങൾ, അതാ നാടകം അവതരിപ്പിച്ച് തീരുമ്പോൾ ഉണ്ടാകുന്ന, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒരു ഇലക്ട്രിക്കൽ, അതൊരു ഫീൽ എന്നൊക്കെ പറയും. അതങ്ങ് പറഞ്ഞു എത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഛായാമുഖി ഒരു 8-9 പെർഫോമൻസ് അതിൻ്റെ കൂടെ, ആ തുടക്കം ഞാനായിരുന്നില്ല. അപ്പോൾ ഞാൻ വേറൊരാൾക്ക് പകരം ഞാനത് ചെയ്തതാണ്. 2 പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചെയ്തതാണ്. സൂര്യ ഫെസ്റ്റിവലിൽ അത് പ്രേക്ഷകർക്കിടയിൽ ഇളക്കി മറിച്ചിട്ടുള്ള ഇതാണ്. അതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ തന്നെ അഷ്ടമുടി കായലിൻ്റെ കരയിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ പ്രശാന്ത് നാരായണനും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു ഡിസൈൻ കലാകേന്ദ്രത്തിൻ്റെ. അത് പിന്നീട് മുകേഷ് കാണുകയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും, പിന്നെ ഡിസൈനിൽ വ്യത്യാസമൊന്നുമില്ല, അത് തന്നെയാണ് പ്രശാന്ത് ഛായാമുഖി മോഹൻലാലും മുകേഷും ഒക്കെ ആയിട്ട് അവർ ചെയ്തത്. അവരും ഏതാണ്ട് 10-15 പെർഫോമൻസ് നടത്തി. അതിനകത്ത് കൊല്ലത്ത് നിന്നുള്ള കലാകാരന്മാരുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം കലാകേന്ദ്രത്തിന് പിജോൺ എഴുതിയ ഏകാന്തം എന്ന് പറയുന്നൊരു നാടകം. ഓരോ നാടകം ഓരോ തരത്തിലുള്ള അനുഭവങ്ങളാണ്. നമ്മളെ അതിലൂടെയൊക്കെ നമ്മളെ വളർത്തുന്നുണ്ട്. നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ കാഴ്ചപ്പാടുകളെയൊക്കെ വളർത്തുന്നതിൽ നമ്മുടെ എന്താ പറയുക, വ്യക്തിത്വ വികസനം, അതിനകത്ത് നാടകത്തിന് വലിയൊരു പങ്കുണ്ട്. ഒരു കലാകാരന് ആദ്യ സ്റ്റേജാണോ, ഏത് സ്റ്റേജിലെത്തുമ്പോഴാണ്, അല്ലെങ്കിൽ ഇപ്പം 1ാം സ്റ്റേജ് കളിക്കുന്നു അല്ലെങ്കിൽ 2ാമത്തെ സ്റ്റേജ് കളിക്കുന്നു, അങ്ങനെ നാടകം ഓരോ സ്റ്റേജുകൾ കളിക്കുന്നില്ലേ, അപ്പം എപ്പോഴാണ് അയാൾക്ക് അത് പൂർണ്ണത എത്തുന്നത് എന്ന് അങ്ങനെ ഒരു തോന്നൽ കലാകാരന്, നാടക നടൻ എന്ന നിലയിൽ തോന്നുന്നത്? ഇല്ല, അങ്ങനെ തോന്നില്ല. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതവിടെ വെച്ച് പോകുന്നതാണ് നല്ലത്. അപ്പം ഞങ്ങളിപ്പം ശുദ്ധമദ്ദളം കളിക്കുന്നുണ്ട്. PJ ഉണ്ണികൃഷ്ണൻ തന്നെ ഡയറക്റ്റ് ചെയ്തതാണ്. NM പിള്ള സാറിൻ്റെ ശുദ്ധമദ്ദളത്തിന് സ്വതന്ത്ര രംഗാവതരണമാണ്. ഏതാണ്ട് 500-ന് മേളിലായി. ഞങ്ങളിന്നും അതിനെ പുതുക്കി പണിതുകൊണ്ട്, കാരണം ഓരോ
അവതരണവും അത് പുതുമയാണ്. അപ്പോൾ അതിനകത്തൊരിക്കലും തന്നെ ഇതാണ് ഏറ്റവും ഇന്നലെ കളിച്ചതുപോലെ ഇന്ന് ഇല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കളിച്ചതുപോലെ ഇന്ന് കളിക്കാം എന്ന് പറയുന്നൊരു പരിപാടി ഇല്ല. അതിനകത്ത് ഒരുപാട് കാണാം. ഇപ്പോൾ നാടകം അവതരിപ്പിക്കുന്ന സ്പേസിൻ്റെ ഒരു ഗുണമുണ്ടാവും, പ്രേക്ഷകരുടെ ഒരു പങ്കാളിത്തം ഉണ്ടാവും, അവതരിപ്പിക്കുന്ന ആളുകളുടെ ആരോഗ്യവുമായിട്ട് അതിനകത്ത് ബന്ധമുണ്ടാവും. പിന്നെ ഈ 500 നാടകങ്ങൾ 500-ന് മേളിൽ നമ്മൾ ആ ശുദ്ധമുദ്രം കളിക്കുമ്പോഴും ആദ്യത്തെ അവതരണത്തിൽ നമുക്കുണ്ടായിരുന്ന അവസ്ഥയല്ല. ഒരു ആലോചനയും ധൈര്യവുമല്ല പിന്നീട് നമ്മൾ ഉണ്ടായിട്ടുള്ളത്. മാറ്റങ്ങളുണ്ടാവും. ഞാൻ പറയാം, നമ്മൾ വളരുകയും നമ്മളോടൊപ്പം നാടകം വളരുകയും നാടകം നമ്മളെ വളർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയൊരു പ്രോസസ്സാണ്. നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് എത്തി നിൽക്കുമ്പോഴേ ഏതാണ് കുറച്ചുകൂടി നമുക്ക് കംഫർട്ടായിട്ട്? ഇപ്പം നാടകമാണോ? അങ്ങനെ ഒരു ചോദ്യം ബുദ്ധിമുട്ടാണ്. അല്ല, നാടകമാണോ സിനിമയാണോ? ഇല്ല, എന്നെ സംബന്ധിച്ച് നാടകം തന്നെയാണ് എന്നുള്ളത്. കാരണം വെച്ചാൽ നമ്മൾ രൂപപ്പെട്ട ഇടം നാടകമാണ്. സിനിമയിൽ രൂപപ്പെട്ട മനുഷ്യരുണ്ട്, അവരെ സംബന്ധിച്ച് സിനിമ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു നോളജാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സ്കില്ല് കൂടിയാണ്, പാരമ്പര്യമായിട്ട് കിട്ടുന്നതൊന്നുമല്ല. നമ്മളിൽ ഉള്ള അതിനെ നമ്മൾ കണ്ടെത്തുന്നു എന്ന് പറയുന്നൊരു കാര്യമാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ്. നമ്മളിൽ തന്നെ ഉള്ള ഒരു കാര്യത്തെ നമ്മൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. നമുക്ക് കണക്കറിയാം ഇല്ലേ? അത് ആ കണക്ക് നമ്മളിൽ തന്നെ ഉണ്ട് എന്നും ആ കണക്കിനെ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നതെന്നുമാണ് ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു വാക്കുകൊണ്ട്, ഗ്രീക്ക് വാക്കെന്നാണ് ഞാൻ കേട്ടുള്ളത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിൽ തന്നെ ഉള്ള ഒരു കാര്യത്തെ നമ്മൾ കണ്ടെത്തി, നമ്മൾ അന്വേഷിച്ച് അതിൻ്റെ പിന്നാലെ പോയി നമ്മൾ അതായി മാറുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ. കലാകാരൻ അതുപോലെ തന്നെ കലാപ്രവർത്തകൻ, ഇത് രണ്ടും രണ്ട് തരത്തിൽ. കലാപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ കുറച്ച് ജീവിതം കൂടി അതിനകത്ത് മുന്നിൽ കണ്ടുകൊണ്ട് കലയെ സ്നേഹിക്കുന്ന ഒരാൾ. കലാകാരൻ എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്നുള്ള കലയെ കുറച്ചുകൂടി മോൾഡ് ചെയ്ത് സ്വയം അല്ലെങ്കിൽ ആ പ്രകടനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അത്തരത്തിൽ ഒരു കാഴ്ചപ്പാട് ഇപ്പോഴുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സമൂഹത്തിൽ നാടക മേഖലയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, അതായത് കലാകാരന്മാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് അങ്ങയുടെ ശ്രദ്ധയും പെട്ടിട്ടുണ്ടാവില്ലേ? അതൊക്കെ നമുക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് അത് മാറ്റിയെടുത്ത് കൊണ്ടുപോകാൻ. ആദ്യത്തെ ചോദ്യം അത് വളരെ എളുപ്പമാണ്. കലാകാരനും കലാപ്രവർത്തകരും എന്നുള്ളത് നമ്മൾ കലയെ സമീപിക്കുന്നത് അനുസരിച്ചാണ് ആ പേരുകൾ ഉള്ളത്. അത് നേരത്തെ ഞാൻ പറഞ്ഞു. ഇനി രണ്ടാമത് നാടകവേദി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഉണ്ട്. മികച്ച നാടകങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. അത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ അവതരിപ്പിക്കാനുള്ള ഇടങ്ങൾ ആവശ്യമാണ്. ഇനിയപ്പോൾ അവതരിപ്പിക്കാനുള്ള ഇടങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ പാർക്കിംഗ് സൗകര്യം വേണം. മാറിക്കഴിഞ്ഞു. സൈക്കിളിൽ വന്ന് കാണുന്ന ആളുകളല്ല, മറ്റും സൈക്കിൾ കാണുന്ന ആളുകളല്ല ഇപ്പോൾ. ഒരു കാറും ഒക്കെ ആയിട്ട് വന്ന് വളരെ ഗൗരവത്തോടു കൂടി കാണണം. അതെ. അപ്പോൾ ആ അർഹിക്കുന്ന ഒരു ആ കല അർഹിക്കുന്ന, ഇല്ലെങ്കിൽ ആ കൃതി, ഇല്ലെങ്കിൽ ആ അവതരണം അർഹിക്കുന്ന ഒരു സ്പേസിലേക്ക് അതിനെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നല്ല മികച്ച സംഘാടകർ വേണം. നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത്. ഒരു ചിത്രകാരന് വീണ്ടും വരയ്ക്കാൻ അവനൊരു ക്യാൻവാസ് വേണം. അപ്പോൾ അവന് നല്ല അല്ലേ? അപ്പോൾ അത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. കലാകാരൻ സമൂഹത്തിൽ ആവശ്യമാണ്, നിലനിർത്തേണ്ടതാണ് എന്ന് നമ്മുടെ സമൂഹം ബോധ്യപ്പെടണം. അപ്പം സംഘാടകരുണ്ടാവണം. നാടകങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദികൾ നമുക്കുണ്ടാക്കി കൊടുക്കാൻ കഴിയുമ്പോഴാണ് മികച്ച അവതരണങ്ങൾ ഉണ്ടാകുന്നതും മികച്ച നടന്മാരുണ്ടാകുന്നതും മികച്ച കൃതികൾ നമുക്കുണ്ടാകുന്നതും ഒക്കെ. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. സമൂഹത്തിൻ്റെ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ, ഒരാൾ എത്ര രൂപ ഉണ്ടാക്കുന്നു എന്നതിനെ എനിക്കെന്ത് കിട്ടും എന്നൊക്കെയുള്ള ചില ചിന്തകളുണ്ടല്ലോ, അതൊക്കെയാണ് ഇതിനെ ബാധിച്ചിട്ടുള്ളത്. നമുക്ക് മികച്ച സംഘാടന ഇടങ്ങൾ, ഇപ്പോൾ കൊല്ലത്ത് നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം എന്ന് പറയുന്ന
ഒരു സംഘാടകരുണ്ട്. കേരളത്തിൽ എവിടെ നാടകം ഉണ്ടാകിയാലും കലാകേന്ദ്രവുമായിട്ട് ബന്ധപ്പെടാൻ നോക്കും. കാരണം സംഘാടകരില്ല. ഇപ്പം ഞങ്ങൾ തന്നെ നാടകം എവിടെ സാമ്പത്തികം കൊടുത്ത് അവരെ കളിപ്പിക്കണ്ട. ഇതിനെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി അവതരിപ്പിക്കാൻ സാമ്പത്തികം ആവശ്യമാണല്ലോ. ജനറേറ്റർ വേണം, ലൈറ്റ് വേണം, ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരെ അറ്റ്മോസ്ഫിയർ നന്നായിരിക്കണം, അതൊക്കെ വലിയൊരു ഘടകമാണ്. അപ്പോൾ അത് എപ്പോഴും സമൂഹം എന്താണോ ചിന്തിക്കുന്നത് അത് മാത്രമേ അത് കിട്ടുള്ളൂ. പിന്നെ എല്ലാ കാലത്തും ഇത് മനസ്സിലാക്കി കലാകാരന്മാരോടൊപ്പം സഞ്ചരിക്കുന്ന കുറച്ച് മനുഷ്യർ അവരന്വേഷിച്ച്, ഇപ്പോൾ അത് പുസ്തകത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരാ മികച്ച പുസ്തകം തേടി കണ്ടുപിടിച്ച് അത് വായിക്കും. എന്നതുപോലെ മികച്ച നാടകങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അത് കാണും. ഈ അടുത്തിടയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ 1-2 കാര്യങ്ങളുണ്ട്. കൊല്ലത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ സ്കൂൾ യുവജനോത്സവം നടന്നു. അന്ന് സോപാനം വേദിയായിരുന്നു. ഇരിക്കാനും നിൽക്കാനും സ്ഥലമില്ല. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നാടകപ്രവർത്തകരായിട്ടുള്ള പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ അവിടെ വന്നു. ഇവർ നാടകം തുടങ്ങുമ്പം സൈലൻറ്റും, നാടകം തീർന്നു കഴിയുമ്പോൾ പാട്ടും കൂത്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൈമാറലും പാട്ടുകളും ഒക്കെ ആയിട്ട് നിറഞ്ഞ് വേറൊരു ലെവലായിരുന്നു. നിങ്ങളൊക്കെ അത് കവർ ചെയ്തിരുന്നു തോന്നുന്നു. ഇതേ കാര്യം, കാരണം അവിടെ പോലീസിൻ്റെ ഇടപെടലില്ല, പോലീസുകാരേ ഇടപെടേണ്ട കാര്യമില്ല. നാടകം അടുത്ത ബെല്ല് കൊടുക്കുമ്പോഴത്തേന്, ചെസ്റ്റ് നമ്പർ വിളിക്കുമ്പോഴത്തേന് നാടകത്തിന് വേണ്ടി എല്ലാ മനുഷ്യരും തയ്യാറാകുന്നു. അപ്പം അതിന് ആ നാടകം കാണുക എന്ന് പറയുന്നൊരു പ്രക്രിയയെ വേറൊരു മൊമെൻ്റാക്കിക്കൊണ്ട് ചെയ്യുന്നത് നമ്മുടെ പുതിയ തലമുറയാണിത്. അവിടെ ഒരു പോലീസുകാരനും പോയി ഇല്ലെങ്കിൽ കമ്മിറ്റി അത് നിങ്ങൾ പാടരുത് ഇതൊന്നും ആരും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നാടകവേദിയിൽ നിറഞ്ഞ സദസ്സായിരുന്നു. തിരുവനന്തപുരത്ത് പോയപ്പോഴും ഇതേ അവസ്ഥയാണ്. പാട്ട് പാടാനായിട്ട് മലബാറിൽ നിന്ന് ഒരുപാട് നാടകപ്രവർത്തകർ അവരുടെ കയ്യിൽ ഇൻസ്ട്രുമെൻസും ഒക്കെ ആയിട്ട് വന്നിട്ടാണ്. അത് കേൾക്കാനും അത് കാണാനും വേണ്ടി മാത്രം പുറത്തുനിന്ന് പ്രേക്ഷകർ വരുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ യുവതലമുറയൊക്കെ തന്നെ ഇപ്പോൾ കാർന്നു തിന്നുന്ന ഒരു ലഹരിയുടെ വാർത്തകളാണ് നമ്മൾ ദിവസവും കേൾക്കുന്നത്. അപ്പോൾ അത്തരം വാർത്തകൾക്കിടയിൽ അത് കലയെ ലഹരിയാക്കി ജീവിച്ചിരുന്ന ഒരു സമൂഹം നമുക്കുണ്ടായിരുന്നു, ഇപ്പോഴും നമ്മോടൊപ്പം ഉണ്ട്. അപ്പം ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഈ നാടക ദിനത്തിൽ രാജേഷ് ശർമ്മ നമ്മളോട് അനുഭവങ്ങൾ പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഈ ലഹരി നമ്മുടെ നാടിനെ വല്ലാണ്ട് കാർന്നു നിന്നിരിക്കുകയാണ്. അതിൻ്റെ വലിയൊരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിന് വലിയ ഉത്തരവാദിത്വം അതിനകത്തുണ്ട്. ബെർണാഡ് ഷാ ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രസ്താവനയുണ്ട്. നിങ്ങളുടെ പരിസരത്തെ വായനശാലകൾ പൊടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് അധപ്പതിച്ചു പോയിരിക്കുന്നു എന്നുള്ളതിൻ്റെ. നമുക്കിത്രയും വലിയ സാംസ്കാരിക ഇടങ്ങൾ നമുക്കുണ്ട്. നമ്മളൊരിക്കലും നമ്മുടെ മക്കളെ അവിടേക്ക് കൊണ്ടുപോകാറില്ല. നാടകം കാണാൻ ഒരുമിച്ച് പോകാറില്ല. സിനിമ കാണാനായിട്ട് നമ്മൾ നമ്മുടെ കുടുംബമായിട്ട് പോകുന്നൊരു ശീലം നമുക്കില്ല. അപ്പം നമ്മളത് ഇപ്പോൾ കല കാണാൻ, നല്ല മികച്ച പ്രസംഗം കേൾക്കാൻ, നല്ല പുസ്തകങ്ങൾ വായിക്കാൻ നമ്മളതല്ല. നമ്മൾ ഇതിനൊക്കെ പോയാൽ എന്ത് കിട്ടുമെന്ന് പറയുന്നൊരു ചിന്തയാണ്. അത് ഞാൻ പറയാം, നമ്മൾ അർഹിക്കുന്നതേ നമുക്ക് കിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ലഹരിയായിട്ട് അവർക്ക് കല നമ്മൾ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഈ ഇത്തരത്തിലുള്ള ലഹരികളിലേക്ക് ഒരു പോകും. പിന്നെ ഈ ലഹരിയെ നിയന്ത്രിക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന ഗവൺമെൻറ്റുകളുടെ കടമയാണ്. നമ്മളെ സംരക്ഷിക്കേണ്ടുന്ന പോലീസിൻ്റെയും എക്സൈസിൻ്റെയൊക്കെ കടമയാണ്. അതാ ജോലി ഇത്രയും നാളായിട്ട് കൃത്യമായിട്ട് ചെയ്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത്ര ഓടി നടന്ന് പിടിക്കേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ പാലം കെട്ടാൻ പറ്റില്ല, ഇത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് പോയി ലഹരി മാഫിയെ പിടിക്കാനായിട്ട് കാത്തിരിക്കാൻ പറ്റത്തില്ല. അതിനുള്ള സോഴ്സ് നമ്മുടെ കയ്യിലില്ല. അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. പിന്നെ കുറച്ചും കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ കല ലഹരിയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലഹരി അവിടെ നിന്ന് ഇറങ്ങും. തീർച്ചയായും
ഈ നാടക ദിനത്തിൽ നമുക്കും അത്തരത്തിലൊരു സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. കല ഒരു ലഹരിയായി നമ്മുടെ തലമുറ ഇനി അത് ഏറ്റെടുക്കണം. അത് ഏറ്റെടുക്കാൻ അവർക്ക് അറിവില്ല എങ്കിൽ അത് അറിയുന്ന നമ്മൾ അവരിലേക്ക് ആ ലഹരിയെ കൊണ്ടെത്തിച്ചു കൊടുക്കണം. അത് കലയാവട്ടെ അവരുടെ ലഹരി, അല്ലെങ്കിൽ നാടകങ്ങൾ, അത്തരത്തിലുള്ള കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളാകട്ടെ അവരുടെ ലഹരി. അതിലേക്ക് നമുക്ക് അവർക്കൊരു വഴിയൊരുക്കി കൊടുക്കാം. തീർച്ചയായും വളരെയധികം നന്ദി. മറ്റു ലഹരികൾ തേടിപ്പോകാതെ കലയും പുസ്തകവുമൊക്കെ ലഹരിയാക്കണം എന്നാണ് ഇത്തരം ദിനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.